ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ചേച്ചി വരുന്നുണ്ട് UK-ന്ന്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാനും അങ്ങോട്ട് പോവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കറക്കത്തിലായിരിക്കും. നമ്മൾ വേറെ കൺട്രി വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, പിന്നെ വേറെ കുറേ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ എണീറ്റു, ബ്രഷ് ചെയ്തു, എല്ലാ പരിപാടികളും കഴിഞ്ഞു. നമ്മൾ കോഫി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊട്ട് സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പോവാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കണു. ഇപ്പോൾ സമയം 2:30 നമുക്ക് 3:47 ട്രെയിൻ. അപ്പോൾ നമുക്കൊരു 3:15 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് 5 മിനിറ്റ് 10 മിനിറ്റ് ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഒരു 3:15 കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങണം. നമ്മൾ ഇപ്പോൾ റെഡിയായി കാര്യങ്ങളൊക്കെ ചെയ്താലാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. റെഡിയാവാം. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. എനിക്ക് ഭയങ്കര തിരക്ക് പിടിച്ചിട്ടുള്ള കാര്യമായിരുന്നു. കാരണം വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് കറക്റ്റ് ടൈമിന് എത്തുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഒരു ബസ്സുണ്ട്, പക്ഷെ അത് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് അതിന് വെയിറ്റ് ചെയ്തില്ല, അവിടെ നിന്ന് ഓടി. അത് ചൂടത്ത് വേണ്ടേ. ഇപ്പോൾ 47 ട്രെയിൻ വരും. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സമയം 4:30 കഴിഞ്ഞ് നമ്മളൊരു അരമണിക്കൂറിനുള്ളിൽ നമ്മളവിടെ എത്തും. ചേച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞത്. എയർപോർട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മളന്ന് വന്നപ്പോൾ കണ്ടായിരുന്നല്ലോ, ഒരു 1.5 മണിക്കൂർ ട്രാവലുണ്ട്. മെട്രോയിലാണെങ്കിൽ മെട്രോ അല്ല, ഊബറിലാണെങ്കിൽ ഏറെക്കുറെ സമയം തന്നെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അവിടെ എത്തും. അപ്പോൾ നമുക്ക് അവിടെ ടിക്കറ്റ് കാണാം. നമ്മുടെ ട്രിപ്പിൽ നമ്മൾ 3 പേരായിട്ടാണ് പോകുന്നത്. ഞാനും എൻ്റെ ചേച്ചിയും പിന്നെ എൻ്റെ ഫ്രാൻസിലുള്ളൊരു ഫാമിലി ഫ്രണ്ടും കൂടെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ 3 പേരായിട്ടായിരിക്കും ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ പാരീസ് റെയിൽവേ സ്റ്റേഷനിലെത്തി. എൻ്റെ ചേച്ചി ഒരു 35 മിനിറ്റ്സ് എടുത്ത് എത്താനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ ആളും വരും. അപ്പോൾ നമുക്കെന്തെങ്കിലും കുടിക്കാം, നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇന്നത്തെ പ്ലാൻ ഞാൻ പറയാം. ഇന്ന് എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ നമ്മളെല്ലാവരും കൂടെ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മളിവിടെ ഒരു സ്റ്റേ എടുത്തിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകും. അതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്ത്, അതായത് വെയിലും ചൂടൊന്നും ഒതുങ്ങിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഈഫൽ ടവറിൻ്റെ അവിടെയും അങ്ങനത്തെ ജസ്റ്റ് ഒന്ന് പോയി കണ്ട് തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് നാളെയാണ് നമ്മൾ ഫുൾ പാരീസിൽ ഇറങ്ങാനായിട്ട് ഇറങ്ങണേ. അത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ നമ്മൾ ഡിസ്നിലാൻഡ് പോകും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ പറഞ്ഞത് വേറൊരു കൺട്രി വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ബർഗർ കിങ്ങിൽ വന്നേക്കാം. ചേച്ചി ഒരു 10-20 മിനിറ്റിന് ഉള്ളിൽ വരും. അപ്പോൾ അതിന് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം. നിൽക്കുന്ന സ്ഥലത്ത് തന്നെക്കാളും ചൂടുണ്ട് അവിടെ. ചൂടുണ്ട്, പക്ഷെ ഇതിവിടെ ഒരുമാതിരി ചൂട് ഭയങ്കര ഒരു നമ്മൾ ബീച്ചിൽ നിൽക്കുന്ന പോലത്തെ ഒരു കാറ്റ്. അത് നല്ല ചൂടുള്ള കാറ്റ്. അയ്യോ, അങ്ങനെ നമ്മുടെ സ്റ്റേയുടെ അവിടെ എത്തി. നമുക്ക് ചെക്കിൻ ചെയ്യാം. നമ്മൾ കുളിച്ച് ഫ്രഷായി. ഇനി നമ്മൾ ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ വരും. അതുകൊണ്ട് നാളെ രാവിലെയാണ് നമ്മൾ പാരീസ് കറങ്ങാൻ പോകുന്നത്. എന്താ പറയുക, നല്ല ചൂടുണ്ട്. നമുക്കിവിടെ അടുത്ത റൂമിൽ AC ഇല്ല, ഫാനും ഇല്ല, ഒന്നുമില്ല. ഈ 39-40 ഡിഗ്രി ടെമ്പറേച്ചറിൽ നമ്മൾ എന്താ പറയുക, ന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ഈഫൽ ടവറിൻ്റെ അവിടേക്ക് പോവാണ്. കാരണം നമുക്ക് വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. നാളെ തൊട്ടാണ് പരിപാടി. നമ്മൾ മെട്രോ കയറാം. നിങ്ങൾ കാണണ്ടോ അറിയില്ല, നിറച്ച് ഈഫൽ ടവറിൻ്റെ ഫ്രണ്ടിലെത്തി.
ഓക്കെ. നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ഇവിടെ 11 മണിയാകുമ്പോൾ മറ്റേ ലൈറ്റ് ബ്ലിങ്കും. അപ്പോൾ ബ്ലിങ്കിൽ കാണാനാണെങ്കിൽ എല്ലാ ആൾക്കാരും വെയിറ്റ് ചെയ്യുന്നത്. നമ്മളും അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. 10:45 11 മണി തൊട്ട് 11:05 വരെ. പിന്നെ അങ്ങനെ ഓരോ മണിക്കൂറിൻ്റെ ഇപ്പോൾ 10 മണി 10 മണി തൊട്ട് 10 മണി 10:05 വരെ അങ്ങനെ. നമ്മൾ KFCയിൽ ഫുഡ് കഴിക്കാൻ വന്നേക്കാം. പെട്ടെന്ന് തിരിച്ചു പോകുന്ന വിചാരിച്ചിറങ്ങിയത്. പക്ഷേ നല്ല തിരക്കാണ്. പിന്നെ എല്ലാ സ്ഥലവും കണ്ടു. ഇന്ന് പോകാമെന്ന് വിചാരിച്ച സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ലേറ്റായി. ഇപ്പോൾ 12 മണി കഴിഞ്ഞു. നാളെ രാവിലെ നേരത്തെ എണീറ്റാലാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ KFCയിൽ ഫുഡ് കഴിക്കാൻ വന്നേക്കാം. ഇന്നലെ നമ്മൾ രാത്രി വീട്ടിലെത്തി. ഫാൻ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ പുലർച്ചെ 5 മണിക്കാണ് കിടന്നുറങ്ങിയത്. ഇപ്പം നമ്മൾ പാരീസ് കറങ്ങാൻ വേണ്ടി പോവാണ്. രാവിലെ 8 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ 5 മണിക്ക് 6 മണിക്ക് ഉറങ്ങിയോണ്ട് എടുക്കാൻ ലേറ്റായി. അപ്പോൾ 10 മണിക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അത് ലൂവ്ർ മ്യൂസിയത്തിൽ വന്നേക്കാണ്. മൊണാലിസാനെ കാണാം. അമർത്തിക്കോ. പാരീസിലുള്ള കത്തീഡ്രലിൻ്റെ ഉള്ളിലാണ് ആദ്യയുടെ കാരണം. അതിനകത്ത് ബാഗിൽ സാൻഡ്വിച്ച് വാങ്ങിച്ചു കഴിക്കാനായിട്ട്. കാരണം ഇപ്പോൾ ഉച്ചയായി, നല്ല വിശക്കലുണ്ട്. സീരിയസ് ആയിട്ട് നമുക്കിപ്പോൾ കഴിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ കണ്ടു തീർക്കണം. അല്ലെങ്കിൽ നമുക്കൊന്നും കണ്ട് തീർക്കാൻ പറ്റില്ല. ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ നടന്നു കഴിക്കും. നമ്മൾ ഇനി പോകുന്നത് ഗ്രവിൻസ് വാക്സ് മ്യൂസിയത്തിലാണ്. അവിടെ പോയതിന് ശേഷം നമുക്ക് ബോട്ടിങ് ചെയ്യണം ഈഫൽ ടവറിൻ്റെ അടിയിലത്തെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കൊണ്ടുവയ്ക്കണം, ലഗേജ് കൊണ്ടുവയ്ക്കണം. ഈ ഒരു സാധനം വാങ്ങിച്ചു. ഇതിലാണ് നമുക്ക് ഇവിടെ നടക്കാൻ പറ്റില്ല. ഹായ്. യാ, എൻ്റെ എസ്തെറ്റിക്സിന് ഇത് മാച്ചല്ല. പിന്നെ അതുപോലെ ആകെയുള്ളൊരു ആശ്വാസം, നടന്നിട്ട് കാര്യം തന്നെ കിട്ടും. പക്ഷെ ആകെയുള്ളൊരു ആശ്വാസം AC ഉണ്ട്, ചൂടില്ല. അത് വളരെ വലിയൊരു ആശ്വാസമാണ്. ഹലോ ഗൈസ്, നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കുളിച്ച് ഫ്രഷ് ആയി നമ്മൾ വീണ്ടും പുറത്തിറങ്ങിയേക്കാം. നമുക്ക് ലഗേജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകണം. കാരണം നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല ഫ്ലൈറ്റിൽ.
അപ്പോൾ നമ്മളത് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകാൻ. എനിക്ക് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോണിൽ ചാർജ് ഉണ്ടായില്ല. പിന്നെന്താ, വന്നത് ചൂടായിരുന്നു, പിന്നെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള ചൂടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വേറെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്ത് പോയി ലഗേജ് ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് അറിയില്ല, അതിന് ഫുഡ് വിശക്കണേ ഇല്ല, വെള്ളം ദാഹം മാത്രം. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് അറിയില്ല, ചിലപ്പോൾ ഫുഡ് കഴിക്കും, അതായത് തിരിച്ച് വീട്ടിൽ